ടുഡേയ്സ് റിയാദിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞങ്ങളോടൊപ്പമുള്ള ഗസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ റിയാദ് സമൂഹത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആളാണ് നമ്മുടെ മുസ്താഖ് ഭായ്. അൽ റയാൻ ക്ലിനിക്കിൻ്റെ റിയാദിൻ്റെ ഹെഡാണ്. നമുക്ക് ഇന്ന് പുള്ളിയുടെ സംസാരിക്കാം. ഹലോ, വെൽക്കം. ഹലോ. നമസ്കാരം. ഇക്കാക്ക് എന്തായാലും റിയാദ് സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം ഇക്കയെ കുറിച്ച്. അപ്പൊ എന്താണ് നമ്മുടെ ഇക്കായ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ ഒന്ന് പറയാം. നമ്മളെ പേര് മുസ്താഖാണ്. ഓക്കെ. നമ്മള് കേരളത്തിലെ മലപ്പുറം വണ്ടൂർ സ്വദേശിയാണ്. ഓക്കെ. നമ്മള് സൗദിയിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. നമ്മളെ ഫാദറും നമ്മളെ ബോസുമായ മിസ്റ്റർ VP മുഹമ്മദ് അലി ആണ് നമ്മളുടെ എംപയറിന്റെ മെയിൻ ഓണർ. നമ്മളെ ജിദ്ദയിലായിരുന്നു നമ്മളെ ബേസ്. ഇപ്പൊ ഞാൻ ഒരു കൊല്ലം ഇവിടെ റിയാദിൽ വന്നിട്ട് നമ്മളെ അൽ റയാൻ ക്ലിനിക് നമ്മളെ ഇവിടെ 2009 നമ്മൾ ഈ ക്ലിനിക്ക് തുടങ്ങി. നമ്മള് അപ്പൊ മുമ്പ് അൽ അസ്മരി ക്ലിനിക് ആയിരുന്നു അതിന്റെ പേര്. അത് കഴിഞ്ഞ് നമ്മള് ടേക്ക് ഓവർ ചെയ്തു 2009. അന്ന് മുതൽ നമ്മളിപ്പോഴും അൽ റയാന്റെ സർവീസുകൾ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ബത്തേല് ഫാദർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വെല്ലുവിളി റിയാദിൽ സൗദിയിൽ ഇങ്ങനെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അതിനെ കുറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് എങ്ങനെയാണ് അപ്പൊ പറഞ്ഞിട്ട് തന്നിട്ട് എങ്ങനെയാണ് അത് റിയാദിൽ ബത്തേല് പ്രത്യേകിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോ അന്നത്തെ കാലഘട്ടങ്ങളൊന്നും അങ്ങനെ ബുദ്ധിമുട്ടുകളില്ലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സേഫ് സൈഡ് ഉണ്ടായിരുന്നു. ഞങ്ങളെ ബോസ് എന്ന് പറയുന്നത് മൂപ്പരാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫോറിൻ ഇൻവെസ്റ്റർ. ലോക്കൽ സൗദി അല്ല, മൂപ്പര് ഫസ്റ്റ് ഫോറിൻ ഇൻവെസ്റ്റർ ആണ്. നമ്മള് 2004 മുതൽ മൂപ്പർക്ക് സ്വന്തം പേരിൽ ഇവിടെ സ്ഥാപനങ്ങൾ തുടങ്ങാമായിരുന്നു, എല്ലാം ചെയ്യാമായിരുന്നു. അതുകൊണ്ട് അന്ന് 3 സെക്ടേഴ്സിന് മാത്രമുള്ള അവര് അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഒന്ന് ഹെൽത്ത് കെയറിനും, ഒന്ന് ട്രാൻസ്പോർട്ടേഷനും, പിന്നെ ഒന്ന് ഇൻഡസ്ട്രിയിലും. അപ്പോൾ ഹെൽത്ത് കെയറിൽ നമുക്ക് നമ്മുടെ സ്വന്തം പേരിൽ തുടങ്ങാനും നമുക്ക് അതിനെ പറ്റി ഡെവലപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നല്ല സുഖമായിരുന്നു. നമുക്കൊരു ഹെഡേക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല സൗദിൻ്റെ. നമ്മള് ബത്ത് അന്നത്തെ നല്ലൊരു മാർക്കറ്റ്. മറ്റേ അന്ന് വല്ലാതെ ഇതേപോലെ ക്ലിനിക്കുകൾ നമ്മളെ ഫോറിനേഴ്സിന് നല്ലൊരു ക്ലിനിക്കുകളൊന്നും ഇല്ല. അന്ന് നമ്മളെ ഫോറിനേഴ്സിന് ഒരു നല്ലൊരു ആശ്രയമായിരുന്നു നമ്മുടെ ക്ലിനിക്. പ്രത്യേകിച്ച് ഒരുപാട് സേവനങ്ങൾ ഒരു പേര് അൽ റയാൻ എന്ന പേര് നമ്മുടെ റിയാദില് ഒരു പേരുണ്ട്. അപ്പം ആ ഒരു പേര് നേടിയെടുത്ത തന്നെ ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ്. ഒരുപാട് സേവനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെ സർവീസാണ് ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ അറിയാൻ? നമ്മളടുത്ത് എല്ലാം സ്പെഷ്യാലിറ്റികളുണ്ട്. എന്ന് വെച്ചാല് ഇന്റേണൽ മെഡിസിൻ ഉണ്ട്, പിന്നെ ഗൈനക്കോളജി ഡോക്ടേഴ്സ് ഉണ്ട്, പീഡിയാട്രിഷ്യൻ ഉണ്ട്. പീഡിയാട്രിഷ്യന് വൺ ഓഫ് ദി സീനിയർ ഡോക്ടറാണ് നമ്മുടെ അടുത്തുള്ള ഡോക്ടർ തമ്പി എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത് ഗ്യാസ്ട്രെന്റോളജിസ്റ്റ് ഉണ്ട്, ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്, പിന്നെ ഓർത്തോപെഡിക് ഉണ്ട്, പിന്നെ ജനറൽ ഫിസിഷ്യന്, പത്തോളജിസ്റ്റ്, എല്ലാ സ്പെഷ്യാലിറ്റിയും നമ്മുടെ അടുത്തുണ്ട്. വെള്ളാത്തത് നമുക്ക് യൂറോളജി, നെഫ്രോളജി, കിഡ്നിക്കുള്ള അങ്ങനത്തെ സംഭവങ്ങൾക്കുള്ള ഇല്ല. പക്ഷെ ഇൻഷാല്ലാ നമ്മളെ ഹോസ്പിറ്റൽ വരുന്നുണ്ട്. ഹോസ്പിറ്റൽ ആവുന്നതോട് കൂടി നമ്മൾ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റികൾ ഉണ്ടാവും. മാത്രല്ല നാട്ടിലിപ്പോ എന്തെങ്കിലും ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? അല്ല, നമ്മളെ നാട്ടിൽ തന്നെ നമ്മളൊരു ഹോസ്പിറ്റൽ ഉണ്ട്, നിംസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ. നമ്മള് നല്ലൊരു വലിയൊരു 300 ബെഡുള്ള ഹോസ്പിറ്റൽ. അതെവിടെയാണ്? മലപ്പുറം വണ്ടൂർ ടൗണിൽ തന്നെ നല്ല ഹോസ്പിറ്റലാണ്. 2008-9 സ്റ്റാർട്ട് ചെയ്താണ്. അപ്പൊ മാഷാ നമുക്ക് എല്ലാ സ്പെഷ്യാലിറ്റികളും അവിടെ ഉണ്ട്. നല്ലൊരു ഹോസ്പിറ്റലാണ്. ഇപ്പം റിയാദ് സമൂഹത്തിൽ പെട്ടെന്നാണ് നമ്മുടെ അൽ റയാന്റെ ഒരു ബ്രാൻഡ് പേര് നമുക്ക് ഇങ്ങനെ ഒരു പടന്ന് പന്തലിച്ചത്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു റീച്ചിലോട്ട് നമ്മൾ എത്തിപ്പെട്ടത്? അതിനുള്ളൊരു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അത് ചെയ്തത്? അങ്ങനൊന്നുമില്ല. നമ്മളെ ജിദ്ദയില് ഞാൻ പറഞ്ഞില്ലേ, നമ്മളാണ് ഫസ്റ്റ് മലയാളി പോളിക്ലിനിക്, റയാൻ ക്ലിനിക് തന്നെ. അതിന്റെ ഒരു ഗുഡ്വില്ലുണ്ട്. ഇതേപോലെ പ്രത്യേകിച്ച് റിയാദ് സമൂഹത്തിൽ ഇപ്പൊ നമ്മള് ഇൻഡസ്ട്രി ഏരിയയിലായാലും എവിടെ ചെന്നാലും അൽ റയാൻ ക്ലിനിക് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും.
അതിന് ഞാൻ ഏറ്റവും താങ്ക്സ് പറയാൻ നമ്മളെ സ്റ്റാഫുകളോടാണ്. നമ്മളെ റയാൻ സ്റ്റാഫുകളോട് നല്ല ഒരു നല്ലൊരു മാർക്കറ്റിംഗ് ടീമുണ്ട്. മാർക്കറ്റിംഗ് ടീം മാത്രല്ല, നമ്മള് മുമ്പ് നമുക്ക് ഇത്ര സ്പെഷ്യാലിറ്റികൾ ഇല്ലായിരുന്നു. അപ്പൊ നമ്മളിപ്പോ നല്ല സ്പെഷ്യാലിറ്റികൾ ആഡ് ചെയ്ത് എല്ലാവരുടെ നമ്മൾ ആ ഒരു മെസ്സേജ് നമ്മള് എത്തിച്ചു കൊടുത്തു. അപ്പോ സ്വാഭാവികമായിട്ട് നമ്മള് പേഷ്യൻസും എല്ലാരും നമ്മൾ അറിഞ്ഞു വന്നു. പിന്നെ മാത്രല്ല, ഞാൻ ഒരു കൊല്ലമായി ഇവിടെ വന്നിട്ട് നമ്മള് കുറെ ഫാമിലി മെമ്പേഴ്സും കുറെ ഫ്രണ്ട്സും നമ്മള് കാലങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെ പോലെ എല്ലാരും നമ്മളൊരു നല്ലൊരു സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ ലോക്കൽസ് നമ്മൾ വെളിയിൽ പോയാലും ഇപ്പൊ ഇവിടെ വരുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് എല്ലാരും പറയും, ഫസ്റ്റ് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു കേസ് വന്നാല് ഫസ്റ്റ് നിങ്ങൾ റയാനിൽ പോവാന്നാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പൊ ആ ഒരു പേരാണ് നമ്മുടെ റിയാദ് സമൂഹത്തില് ഏറ്റവും ഉള്ളത്. നമുക്ക് വളരെ സന്തോഷമാണ്. അതെ, ഞാനിവിടെ വന്ന ടൈമില് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയാലും പഴയ രീതിയിലായിരുന്നു കടന്നിരുന്നത്. ഞാൻ പൊതുവെ ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഒരാളായിരുന്നു. നമ്മള് നാട്ടില് വർക്ക് ചെയ്യാൻ അല്ല, ജിദ്ദയിലായിരുന്നു. നമ്മള് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി US-ലാണ് എന്റെ ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്തത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫാദറിന്റെ കൂടെ ജോയിൻ ചെയ്തു. പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ ജിദ്ദയിലായിരുന്നു. ഓൾമോസ്റ്റ് 4 years അവിടെ ഫാദറിന്റെ കൂടെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോ നമ്മളെ ക്ലിനിക്കാണ്, ഞാൻ ഹോസ്പിറ്റൽ സെറ്റപ്പിൽ നിന്നാണ് ക്ലിനിക്കിലേക്ക് വരുന്നത്. അപ്പൊ ക്ലിനിക്ക് നമുക്ക് കാണുമ്പോ നമുക്കൊരു ഹോസ്പിറ്റൽ സെറ്റപ്പ് പോലെ തന്നെ ആവണം എന്നൊരു വാശി കൊണ്ട് ഞാൻ കുറെ റിനോവേഷനും കാര്യങ്ങളൊക്കെ നടത്തി. നല്ലൊരു 3-4 months കൊണ്ട് നമ്മൾ നടത്തി. അപ്പോ കുറെ സർവീസുകൾ ഇല്ലായിരുന്നു, കുറെ മറ്റേ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. അതൊക്കെ നമ്മൾ വന്ന് ഇപ്പൊ നമ്മുടെ റയാൻ ഹോസ്പിറ്റലിൽ ഒരുപാട് നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ പറ്റി പറയാനാണെങ്കിൽ എന്താണ് പറയാ? അവരാണ് നമ്മുടെ ഈ ഒരു മേഖലയിൽ മെയിൻ നിൽക്കുന്ന ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന നമ്മളെ ഡോക്ടേഴ്സ് ആണ് ഞങ്ങളെ മെയിൻ ബാക്ക് ബോൺ. അവരില്ലാതെ നമ്മളെ ക്ലിനിക്കില്ല. ഇപ്പൊ ഞാനിവിടെ ഇരുന്നു കൊണ്ടും പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യേണ്ടത് അവരാണ്. അവരെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും നമുക്കിത് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ നമ്മളെ കൂടെ നല്ല നല്ല ഡോക്ടേഴ്സ് ആണ്. ആ നല്ല ഡോക്ടേഴ്സിന്റെ ഒരു ഇത് കാരണം കൊണ്ടാണ് പേഷ്യൻസ് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നത്. മാത്രല്ല നമ്മളെ ഡോക്ടേഴ്സ് ഒക്കെ വളരെ നല്ല എക്സ്പീരിയൻസ്ഡും നല്ല സ്ഥലത്ത് നല്ല ട്രെയിനിങ് കിട്ടിയ ഡോക്ടേഴ്സാണ്. അപ്പോ അവരെ എല്ലാവിധ എന്റെ സപ്പോർട്ട് ഞാൻ അവർക്ക് കൊടുക്കും. അതേപോലെ അവരും എന്നെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരുപാട് സംഘടനയുടെ ഒരുപാട് മറ്റേ ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പിംഗ് ചെയ്യാറുണ്ട്. ഇപ്പം അതിനെപ്പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ, ചില സംഘടനകൾ പരിപാടികൾ വരുമ്പോൾ അവർ സ്പോൺസർഷിപ്പ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വല്ലാതെ സ്പോൺസർഷിപ്പ് കൊടുക്കാറില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പരിപാടികളൊക്കെ വരുന്നത് ചിലപ്പോ മറ്റേ ട്രീറ്റ്മെന്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരോ, ചിലപ്പോ ചിലവര് അതിനെപ്പറ്റി അറിയാത്തവരുണ്ടോ. ഇപ്പോ ഞാൻ പറയാ, നമ്മള് നോർമൽ നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോ നമുക്ക് ബ്ലഡ് ഷുഗർ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമുക്ക് ഒരു മറ്റേ ഇതും ഉണ്ടാവില്ല. നമ്മള് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മളെ ഷുഗർ ഹൈ ആണ്. അപ്പൊ നമ്മള് റൂട്ടീൻ ചെക്കപ്പ് എപ്പോഴും വേണം. നമ്മുടെ ബോഡിക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇവൺ ഇപ്പൊ നമ്മള് കേൾക്കുന്നുണ്ട് ചെറുപ്പക്കാർക്ക് വരെ കാർഡിയാക് അറസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു റൂട്ടീൻ ചെക്കപ്പ്, നമ്മളെ ബ്ലഡ് ചെക്കപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളും ഒക്കെ അറിയാം. അപ്പൊ നമ്മള് മെഡിക്കൽ ക്യാമ്പിൽ പോകുമ്പോ എന്ത് ചെയ്യും, നമ്മളൊരു ബേസിക് ടെസ്റ്റ് ചെയ്യും. പിന്നെ അതിനെന്തെങ്കിലും പോസിറ്റീവ് റിസൾട്ട് വരുമ്പോ നമ്മൾ അവരോട് ക്ലിനിക്കിലേക്ക് വരും. ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസിലെല്ലാം ഒരു ക്യാമ്പയിൻ ചെയ്തിട്ട് മെഡിക്കൽ ഫ്രീ ചെക്കപ്പ് ചെയ്യാറുണ്ട്. അത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യാറുണ്ട്. മാത്രല്ല, ഇപ്പൊ കുറെ ആൾക്കാർ ഒരിക്കലും ക്ലിനിക്കിലേക്ക് വരണ്ട, ഹോസ്പിറ്റലിലേക്ക് വരണ്ട എന്നുള്ള കൺസെപ്റ്റില് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യും, അവരെ ഹെൽത്ത് നോക്കേണ്ടത് അവരെ കടമയാണ്. അപ്പോ നമ്മൾ ഇതേപോലെ ക്യാമ്പുകൾ പോകുമ്പോഴായിരിക്കും അവര് അറിയാവുന്നത്. അപ്പോ ഞങ്ങള് ക്യാമ്പുകളിൽ തന്നെ ചെയ്തിട്ട് ഞങ്ങൾക്ക് 2-3 ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്നത്. ചിലവർക്ക് മറ്റേ ബ്ലഡ് പ്രഷർ ഹൈ ആയിരുന്നു, പക്ഷെ മൂപ്പർക്ക് ഒരു സിംറ്റംസും ഇല്ല. പക്ഷെ ബ്ലഡ് പ്രഷർ ഹൈ ആണ്. അപ്പൊ എന്ത് പറ്റും, ചിലത് അവര് ഡയഗ്നോസ് ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിലാണ് എന്ത് ചെയ്യും, ബ്ലഡ് പ്രഷർ ഷൂട്ടപ്പ് ചെയ്ത് കണ്ട് നെർവ് മറ്റേ ബ്രേക്ക് ആവുക. അഥവാ നമ്മളെ ഉറക്കത്തിലോ അല്ലെങ്കിൽ നമ്മള് തല ചുറ്റി വീണ ഒരു സംഭവമൊക്കെ ഉണ്ടാവണം.
അപ്പോ എപ്പോഴും നമ്മളൊരു റൂട്ടീൻ ചെക്കപ്പ് എപ്പോഴും നമ്മളൊരു 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴോ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാരെടുക്കും 30, 25 അങ്ങനെ ഒരു 40 വയസ്സിന് ഉള്ളിലുള്ള ആൾക്കാർക്ക് ഒരുപാട് കാർഡിയോ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പൊ എന്താണ് അവർക്ക് നൽകുക? ഇപ്പൊ എന്തൊക്കെയാണ് അവർക്ക് ആ ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടി? ഇപ്പം ഒരുപാട് ഇപ്പൊ ഗവൺമെന്റ് തന്നെ ഒരുപാട് അതിനെപ്പറ്റി റിസർച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ഒരു ഡെയിലി റുട്ടീൻ ചെയ്യാൻ പറ്റുന്നത്? ഫുഡിന്റെ ആണോ? അത് നമ്മളെ ലൈഫ് സ്റ്റൈലാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഒന്നാമത്തെ എന്താ വെച്ചാല് 80% ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. ജിമ്മിൽ പോകുമ്പോ തടി കുറയ്ക്കേണ്ട കാര്യം പറയുമ്പോ എന്താ പറയല്, 80% നമ്മളെ ഫുഡ് കൺട്രോൾ ആണ്, 20% ഉള്ളു വർക്കൗട്ട്. അപ്പൊ ഈ 80% ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോ തന്നെ നമ്മളെ എല്ലാവിധ അസുഖങ്ങളും പോകും. പ്രധാനമായിട്ട് നമ്മുടെ ഫാസ്റ്റ് ഫുഡിങ് ഏരിയ ആണ് ഒരു കാലഘട്ടം. ഇപ്പൊ ഉദാഹരണത്തിന് പറയാ, ഞാൻ അൽബേക്കിന്റെ ഭയങ്കര ഫാനാണ്. നമ്മള് ചെറുപ്പം മുതലേ അപ്പൊ ഞാന് ഒരു ദിവസം US ഇങ്ങനെ വന്ന്, ഞാന് വെക്കേഷനിൽ നമുക്ക് അൽബേക്ക് കിട്ടൂലല്ലോ US. അപ്പൊ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ഒരു ട്വൈസ് ഒക്കെ നമ്മളിങ്ങനെ അടിക്കും. അപ്പൊ എനിക്ക് ഒരു ദിവസം പനിയും കാര്യങ്ങളൊക്കെ പിടിച്ചപ്പോ ബ്ലഡ് പ്രഷർ ഭയങ്കര ഹൈ ആയി. അപ്പൊ ഡോക്ടറിനോട് ചോദിച്ചു അൽബേക്ക് അടിക്കലുണ്ടോ? അപ്പൊ എന്താണ്, അൽബേക്ക് അത്രയും ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്ന സാധനമാണ്. പിന്നെ അതിന്റെ ഒരു സ്പൈസിയും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ നമ്മളെ ശരിക്കും ബാധിക്കും. നമ്മളെ ഒരു കാലറി അനുസരിച്ചിട്ട് നമ്മളെ ബോഡിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഹെൽത്തി ഫുഡ് എന്ന് വെച്ചാൽ നമ്മളെ വെജിറ്റബിൾസും ചിക്കനും റൈസും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു നല്ല ഒരു കലോറി നമ്മളെന്താ വെച്ചാൽ നമ്മളെ നാട്ടില് ചോറും മീനും ഒക്കെ അങ്ങോട്ട് ഒരു ക്വാണ്ടിറ്റി ഇല്ലാതെ നമ്മൾ അടിച്ചു കയറ്റും. ആ അടിച്ചു കയറ്റിന് പകരം നമുക്ക് വയറ് ഫുള്ളാവാണെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിർത്താം. വയറ് നല്ലോണം ഫുള്ളാക്കി നമ്മൾ ഉറങ്ങാൻ പോണ ഒരു അവസ്ഥ വരുത്തരുത്. ആ ഒരു ഫുഡ് കൺട്രോളിങ് എങ്ങനെയാണ്? നമ്മളിപ്പം ഈവനിങ്ങില് നേരത്തെ ഫുഡ് കഴിക്കുന്നു അങ്ങനെയൊക്കെ? അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിന് പറയാന്ന് വെച്ചാല്, നമുക്കെങ്ങനെ വെച്ചാല് നമ്മളെ ഡയറ്റ് കൺട്രോൾ എങ്ങനെ വെച്ചാല് 200 ഗ്രാം കാർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് ചോറ്, ചില പച്ചക്കറികൾ അങ്ങനെ പോകും. മറ്റൊന്ന് 200 ഗ്രാം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്ത് പ്രോട്ടീൻ ആവാം. വെജിറ്റബിളിലും പ്രോട്ടീൻ ഉണ്ട്, ചിക്കന് അല്ലെങ്കിൽ ബീഫ് അങ്ങനത്തെ പ്രോട്ടീനുകളുണ്ട്. അതങ്ങനെ കൺട്രോൾ ചെയ്ത് അങ്ങനെ കഴിച്ചു പോയാല് നമ്മളെ ലൈഫ് ഭയങ്കര കൺവീനിയന്റ്. ഇപ്പൊ സാധാരണ നമ്മള് ഉച്ചക്ക് നല്ല ചോറടിച്ചാല് നമുക്ക് ഉറങ്ങേണ്ടി വരും. ഞാനും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഞാനിപ്പോ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയോണ്ട് ഞാനിപ്പോ ഫുൾ ടൈം ഓടാണ്. രാത്രി മാത്രമേ ഉള്ളൂ ഉറക്കം, അതും 7 hours ഉറക്കം. അതിന്റെ ഉറങ്ങണം. നമ്മള് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളെ ബോഡി ടയർഡാവും. അത് മാത്രല്ല, ഞങ്ങളിതിൽ പറയുന്നുണ്ട് ഒരു 11 o'clock ആകുമ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങണം. കാരണം 11 o'clock മുതൽ 3 o'clock വരെ നമ്മളെ ബോഡിക്ക് വേണ്ട കുറെ സംഭവങ്ങളുണ്ട് ആ ടൈമിൽ കിട്ടുന്നത്. ആ ടൈമിൽ നമ്മൾ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി ഭയങ്കര വീക്കാവും, നമ്മളെ സ്കിൻ ഇഷ്യൂസ് ഉണ്ടാവും, വേറെ കുറെ ഇഷ്യൂസുകൾ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഉറക്കം വളരെയധികം മസ്റ്റാണ്. 7 hours സ്ലീപ്പ്, 7 hours മിനിമം. അതിന്റെ അപ്പുറം ഉറങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ 7 hours ഉറക്കം എപ്പോഴും നിർബന്ധം. രാവിലെ എത്ര മണിക്ക് ഓഫീസിലേക്ക് വന്നിട്ട്? നമ്മളൊരു 9:30, 10 ആകുമ്പോ ഓഫീസിലേക്ക് വരും. നമ്മള് 2 o'clock വരെ ഉണ്ടാവും. പിന്നെ നമ്മളൊരു ഹെൽത്ത് ക്ലബ്ബ് പോണ പരിപാടി ഉണ്ട്, അതിലേക്ക് പോകും. അത് കഴിഞ്ഞ് ഈവനിങ് പിന്നെയും തിരിച്ച് ഓഫീസിലേക്ക് വരും. 11-12 വരെ ഉണ്ടാവും. ഒരുപാട് സമയമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്ര ബിസി ടൈമിൽ നമ്മളോടൊപ്പം കുറച്ച് സമയം കിട്ടിയത് തന്നെ വളരെ സന്തോഷം. അപ്പോൾ അവസാനമായിട്ട് എന്താണ് നമ്മുടെ പ്രവാസി സമൂഹത്തിനും നമ്മുടെ റിയാദിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റും? ഇപ്പോഴത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി പ്രവാസി എന്നൊരു പറയാൻ പറ്റൂല. സൗദി അടുത്ത വരുന്ന ഘട്ടത്തില് നമ്മളെ വൺ ഓഫ് ദം എന്നുള്ള നിലക്കാണ് നമ്മളെ കൂട്ടാൻ പോകുന്നത്. ഇപ്പൊ മാത്രല്ല, പ്രീമിയം റെസിഡൻസി കുറെ പ്രൊഫഷണൽസിനും കാര്യങ്ങളിനൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ടല്ലോ. അപ്പോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സൗദിയില്. അതേപോലെ റിയാദാണ് ഏറ്റവും ഡെവലപ്പിംഗ് ഏരിയ ഇപ്പൊ സൗദിയില്. അപ്പോ മെട്രോ ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്.
സൗദിയിൽ ഫസ്റ്റ് ടൈമാണ് ഒരു മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കലും ഇവിടുത്തെ ആൾക്കാരോ അല്ല നമ്മളൊന്നും വിചാരിച്ചിട്ടില്ല സൗദിയിൽ ഇങ്ങനെ ഒരു മെട്രോ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ റിയാദില് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നിൽക്കാം. നമ്മളെ ഇവിടെ നിന്ന ആൾക്കാർക്ക് നാട്ടിൽ പോയി സെറ്റിൽ ആവാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ എങ്ങനെയെങ്കിലും മാക്സിമം ഇവിടെ നിന്ന് പിടിച്ചു നിൽക്കുക, മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ ഈവന്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്, അതിനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടായി മുന്നേറാം. അങ്ങനെയാണ്, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ഇപ്പം എന്തായാലും നമുക്ക് കുറച്ച് സമയം നമ്മളോടൊപ്പം കിട്ടി. അപ്പം എന്താണ് 2 വാക്ക് ടുഡേസ് റിയാദിന്റെ ഒരു പേജിനെ കുറിച്ച് പറയാനുള്ളത്? ടുഡേസ് റിയാദ് മാഷാ ഞാൻ എന്നും ഡെയിലി കാണാറുണ്ട്. അത് ഇനിയും വളരണം. നമ്മളെ മലയാളി കൂട്ടായ്മയില് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇതുവരെ വന്നിട്ടില്ല. അപ്പോ എന്തായാലും അത് മുന്നോട്ടേക്ക് പോണം. നിങ്ങളത് പൂർണ്ണ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. നമ്മളെന്തായാലും ഉണ്ടാവും. നമ്മളൊരു പൂർണ്ണ സപ്പോർട്ട്, എസ്പെഷ്യലി ഞങ്ങളൊക്കെ ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിലാണ്. അപ്പൊ അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മളെ റയാൻ ഫാമിലി നമ്മളെന്തായാലും. താങ്ക് യു സോ മച്ച് കുറച്ച് സമയം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന്. ഇനിയും റയാന്റെ വളരെ വളരെ ഉയർന്ന മേഖലയിൽ എത്തട്ടെ. റിയാദിൽ തന്നെ, സൗദിയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മെഗാ ഒരു ക്രോണിക്കിലേക്കായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.